നിങ്ങൾ ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് ssc.government.in ലോഗിൻ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം ലോഗിൻ യുവർ അക്കൗണ്ട് അതിൽ നിങ്ങൾ കയറുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് വരും. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ നിങ്ങളുടെ ക്യാപ്ച എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏതാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, പാസ്വേഡാണ് അടുത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യുക. എന്ത് ക്യാപ്ച ആണോ അതിൽ കൊടുത്തിട്ടുള്ളത് ആ സെയിം ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് വരും. താഴെ നിങ്ങൾ നോക്കുമ്പോൾ ലൈവ് എക്സാമിനേഷൻസ് എന്ന് കാണും. അവിടെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ GD ഇൻ ആംഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് CAPFS SSF റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾസ് ആൻഡ് സെക്കോയിക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ 2025 എന്നിങ്ങനെ കാണും. അപ്പോൾ അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. താഴെ അപ്ലൈ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5/9/2024, അതുപോലെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 14/10/2024 അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ പോയി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ആ ഒരു സൈറ്റ് ലാഗ് വരും, ഹാങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ അപ്ലൈ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഇന്റർഫേസ് വരും. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ ഫിൽ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ ഏജ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വിൻഡോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട, എല്ലാം പ്രീഫിൽഡ് ആണ്. നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രീഫിൽഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് മാറി കറസ്പോണ്ടന്റ് അഡ്രസ്സ് ഇപ്പോൾ വേറെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം ഡയറക്റ്റ് ഇതിനകത്തും കറക്റ്റ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സക്സസ് എന്ന് വരും. ഓക്കെ കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്നുള്ളത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫൈങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് 10th അല്ലെങ്കിൽ ഈക്വലന്റ് ടു 10th ആണ്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴെയാണ് ഞാൻ ഫില്ല് ചെയ്യാനുള്ളത്. നിങ്ങളുടെ റോൾ നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ പ്രീഫിൽഡ് ആയിരിക്കും. നിങ്ങളുടെ പെർസെൻറ്റേജ് ഫില്ല് ചെയ്യുക. എത്രയാണോ നിങ്ങൾക്ക് 10ൽ കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് അത് ഫില്ല് ചെയ്യുക. പ്ലസ് ഇപ്പോൾ ഫുൾ A+ ആണെങ്കിൽ 95 അല്ലെങ്കിൽ 95 ആകുമ്പോൾ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സക്സസ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. അടുത്തൊരു ഇന്റർഫേസ് അഡീഷണൽ ഇൻഫർമേഷൻ്റെ കാര്യമാണ്. നേരത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എക്സ് സർവീസ്മാൻ്റെ മകളോ മകനോ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ് സർവീസ്മാൻ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊരു എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. ആണെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജോയിനിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴാണ് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നോ ആണെങ്കിൽ നിങ്ങൾ അതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ വെദർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ ചോദിക്കുന്നുണ്ട്. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഏജ് റിലാക്സേഷൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നോ എന്ന് കൊടുത്താൽ മതി. ഏജ് റിലാക്സേഷൻ നോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചോദിക്കുന്ന പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങൾ എന്തെങ്കിലും ഏജ് റിലാക്സേഷൻ യെസ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവർ ഒരു കാര്യം. അതായത് സെലക്ട് ചെയ്യുമ്പോൾ ചിൽഡ്രൻ ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ബിൽഡിംഗ് സ്കില്ലി ഇൻ 1984 റയോട്ട്സ് ഓർ കമ്മ്യൂണൽ റയോട്ട്സ് ഓഫ് 2022 ഇൻ ഗുജറാത്ത്, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻഫർമേഷൻ ജോബ് ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുക്കട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ് കൊടുക്കുക. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും അറ്റത്തുള്ള സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക.
ഏത് ജില്ലയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് സെന്ററിലാണോ വേണ്ടതെന്ന് കൊടുക്കുക ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട്. ഇനി അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഞാൻ പോയി എഴുതാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ ഓക്കെ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രിഫറൻസ് അവിടെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എവിടെയാണ് പോയി എഴുതാൻ താല്പര്യം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഫസ്റ്റും സെക്കൻഡും പ്രിഫറൻസിന് ശേഷം ഏത് പ്രിഫറൻസ് ഓക്കെ ആണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രിഫറൻസ് ആണോ ഓക്കെ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മീഡിയം ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി മലയാളം ഉൾപ്പെടെ മീഡിയംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മലയാളം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം കൊടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതാണോ നിങ്ങൾ കംഫർട്ടബിൾ അത് കൊടുക്കാവുന്നതാണ്. അപ്പം അതിനുശേഷം താഴെ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നേരത്തെ കൊടുത്ത അതേ ലാംഗ്വേജ് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ NCCയിലുള്ളതാണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. NCCയിലുള്ളതാണ് എങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റ് എസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് NCC സർട്ടിഫിക്കറ്റ് ആണ്, A ആണോ B ആണോ C ആണോ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. ഓക്കെ, അതൊന്നും ഇല്ല എങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, ഗെയിംസിലോ സ്പോർട്സിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് ആണെങ്കിൽ സ്പോർട്ടിൻ്റെ നെയിം, ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ, ഇയർ ഓഫ് കോമ്പറ്റീഷൻ, മെഡൽ കിട്ടിയത് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തോളാം. ഇനി നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളൊരു സ്പോർട്സിലുണ്ട് എങ്കിൽ ആ സ്പോർട്സിൻ്റെ പേര്, ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ, ഇയർ ഓഫ് കോമ്പറ്റീഷൻ എല്ലാം കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ നോ കൊടുക്കുക. പ്രത്യേകിച്ച് പിന്നെ ഒന്നും നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ളതാണെങ്കിൽ കേരളം കൊടുക്കാം, തമിഴ്നാട് ആണെങ്കിൽ തമിഴ്നാട് കൊടുക്കാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെരിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സെയിം അതേ ഡിസ്ട്രിക്റ്റ് അതേ സ്റ്റേറ്റ് തന്നെ കൊടുക്കുക. ഓക്കെ, സെയിം സ്റ്റേറ്റ് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, സെയിം സ്റ്റേറ്റ് കൊടുക്കുക. ഇനി ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ നിങ്ങളുടെ അഡ്രസ്സ് ഉള്ളത് ആ ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ഒന്നുകൂടി വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വരുന്നത് പ്രിഫറൻസ് ആണ്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണോ ആദ്യം പ്രിഫറൻസ് വേണം. നിങ്ങൾ GD കോഴ്സ് കംപ്ലീറ്റ്, നിങ്ങൾ GD എക്സാം ക്ലിയർ ചെയ്യുകയാണ്, ഫിസിക്കലും ക്ലിയർ ചെയ്തു, ആദ്യം നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് വേണം. പോസ്റ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോഡാണ് പോസ്റ്റിൻ്റെ. നിങ്ങൾക്ക് ഏത് പോസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ എനിക്കിപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ഇവിടെ CRPFൻ്റെ പോസ്റ്റ് ആണെന്ന് വെക്കുക. അപ്പോൾ ഞാനിവിടെ CRPFൻ്റെ C ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എനിക്ക് കൊടുക്കേണ്ടത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് കൊടുക്കും, A കൊടുക്കും. അതിനുശേഷം പിന്നെ എനിക്ക് വേണ്ടത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും, B കൊടുക്കും. അതുപോലെ എനിക്ക് ഏതൊക്കെയാണോ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ തോന്നുന്നത് അതൊക്കെ നിങ്ങൾ കൊടുത്തോളാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എല്ലാം ക്ലിയർ ആണ്, ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ സേവ് നെക്സ്റ്റ് കൊടുക്കുക. നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ലോഡിംഗ് എന്ന് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് ആണ്. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ SSCയുടെ സൈറ്റ് അനുസരിച്ച് ലൈവ് ഫോട്ടോയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സോളിഡ്
ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ നല്ല ലൈറ്റ് എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ടിൽറ്റ് ഒന്ന് ചേർത്താൽ സെൽഫി എടുക്കുന്നത് പോലെ ഇങ്ങനെയൊന്നും വയ്ക്കാതെ ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് തന്നെ ഫോട്ടോ എടുക്കുക. കണ്ണാടി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റിക്കേഴ്സ് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ സ്പെക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾ സൈസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. പക്ഷേ നിങ്ങൾ താഴെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം 10 to 20 KB തന്നെ വേണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജ് ഡയമെൻഷൻ 6 to 2 cm, അതായത് വിഡ്ത്ത് 6ഉം അതുപോലെ ഹൈറ്റ് 2 cm വേണം എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഇമേജ് കംപ്രസറിലിട്ട് ഇമേജ് കംപ്രസ് ചെയ്യുക 10 to 20 KB അതിനുശേഷം വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഹൈറ്റും വിഡ്ത്തും അനുസരിച്ച് ഇമേജ് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഹൈറ്റും വിഡ്ത്തും കൂടി ചേഞ്ച് ആക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്യാതെ സൈൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞിതായിട്ട് സൈൻ ചെയ്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ പാടില്ല, റിജക്ട് ചെയ്യും. കോർണേഴ്സിലൊന്നും ഇടാൻ പാടില്ല, റിജക്ട് ചെയ്യും. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ സിഗ്നേച്ചർ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തോളാം. ഓക്കെ ആണോ? ഓക്കെ, അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രീഫേസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഞാൻ പറഞ്ഞ രീതിയിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രിവ്യൂ ഫോം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിവ്യൂ ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ ആണോ? ഈ വരുന്നതെല്ലാം ഓക്കെ ആണോ? ഇതിനകത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം കൺഫേം ആണെങ്കിൽ സേവ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഡിക്ലറേഷൻ വരും. ഡിക്ലറേഷൻ വരുമ്പോൾ നിങ്ങൾ ഐ എഗ്രി എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ ഐ എഗ്രി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ മുകളിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച അതുപോലെ ഫില്ല് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ക്യാപ്ച ഫില്ല് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ബോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 rupees ഫീസ് വരുന്നതാണ് ഗേൾസിനും. അതുപോലെ OBC SC ST കാറ്റഗറിയിലുള്ളവർക്കും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. അപ്പോൾ ബോയ്സിനും ഗേൾസിനും SC ST OBC കാറ്റഗറി ഉണ്ടെങ്കിൽ ഫ്രീ ആണ്. ജനറൽ കാറ്റഗറിയിലുള്ള ബോയ്സിന് 100 rupees ഫീസ് വരും. വുമൻസിന് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസ് അനുസരിച്ച് നിങ്ങളുടെ വെരിഫിക്കേഷൻ അവിടെ എത്തുന്നതായിരിക്കും. അത് പെൻഡിങ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി റിസീവ് ആണെന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ GD ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.